ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ മുന്നത്തൊരു വീഡിയോയിൽ സൂര്യകാന്തി മുട്ടിട്ടതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വിരിഞ്ഞിട്ടുണ്ട്. അതിൽ 3 കേട്ടോ വിരിഞ്ഞിട്ടുള്ളത് ഉള്ളത്. കണ്ടില്ലേ? ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് കുറേ തേനീച്ചകളൊക്കെ തേൻ കുടിക്കാൻ വന്നിട്ടുണ്ട്. ഉച്ചയ്ക്കാണെങ്കിൽ ഇവയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ വലിയ പൂവ് ഇതാണ്, ബാക്കി രണ്ടും കുറച്ച് ചെറുതാണ്, എന്നാൽ അത്യാവശ്യം വലുത് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിൽ വളമായിട്ട് ചാണകപ്പൊടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് 2 നേരം നനച്ചും കൊടുക്കാറുണ്ട്. അതായത് വിരിയാത്ത മുട്ടാണ്. ഇത് വിരിയാൻ ഇനി ഒരു 3 ദിവസങ്ങളെടുക്കും. അപ്പോൾ സൂര്യകാന്തിക്ക പൂക്കാനും പിന്നെ കായ്ക്കാനും എടുക്കണ സമയം എന്ന് വെച്ചാൽ 2 മാസത്തോളം കേട്ടോ. ഞാനിത് ഡിസംബർ 25 ആ ടൈമിലൊക്കെയാണ് ഇത് പാകിയിട്ട് മാറ്റി നട്ടിട്ടുണ്ടായത്. പിന്നെ ഇപ്പോൾ ഒരു ഫെബ്രുവരി 20 ആയപ്പോഴേക്കിത് പൂത്തിട്ടുണ്ടായി. അപ്പോൾ ഇതിന് അത്യാവശ്യം വേണ്ടത് നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. തണലല്ല വേണ്ടത്, നല്ല വെയിലാണ് വേണ്ടത്. പിന്നെ വേറെ വളവും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാണകപ്പൊടി മാത്രമേ ഇട്ടിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിത്തൊക്കെ എടുത്തിട്ട് ഇതേപോലെ തന്നെ വീണ്ടും ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിനെപ്പറ്റി വല്ല സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.